ഹായ് ഫ്രണ്ട്സ്, അതാ അവിടെ ഒരു നായ എടുക്കണേ. ആ നായ ഒരു ചേച്ചിനെ കാത്തു നിൽക്കണം. അപ്പോൾ ഈ നായ മാത്രമല്ല, ഒരുപാട് നായകളുണ്ടാവും. അപ്പോൾ ആ ചേച്ചി ഈ നായകൾക്ക് എന്നും ഫുഡ് കൊടുക്കാൻ വരും. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സ്ഥിരം കാഴ്ച. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ. അപ്പോൾ എന്നും അതാ ഒരു നായ തന്നെ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഉണ്ടെങ്കിൽ നായകളുണ്ടെങ്കിലൊക്കെ വരും ഇവരെ കാണുമ്പോൾ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഭയങ്കര വാലക്കാട്ടലൊക്കെയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ. അപ്പോൾ ആ ഫുഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇവരോടൊക്കെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിവിടെ വെക്കാൻ പറയണതാണ്. ഇവർക്ക് കൊടുക്കാൻ പറ്റിയ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവരെ ഫുഡ്, അപ്പോൾ അത് ഇവിടെ വെക്കാൻ പറയണതാണ്. അപ്പോൾ അതിന്ന് രാത്രി 10:30 11 മണിയൊക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വന്നിട്ട് കൊടുക്കുന്നതാണ് അതിന്. അപ്പം അതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ്. ഇത് ഇവർ റോഡ് മുറിയാൻ വേണ്ടി അപ്പുറത്തൊക്കെ നിൽക്കും. അപ്പോൾ അതുവരെ നായ കാത്തുനിൽക്കും. നായ അപ്പുറത്തൊക്കെ ഇവരെ കൂടെ പോകും. എന്നും അതെ അങ്ങനെ തന്നെ. അപ്പോൾ ഇവരെ സാധാരണ ചില ആൾക്കാർ നായനെ കാണുമ്പോൾ ഓടിക്കാനാണ് പതിവ്. അപ്പം അള്ളാൻ്റെ സൃഷ്ടിപ്പല്ലേ, നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. അള്ളാൻ്റെ സൃഷ്ടിപ്പല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഫുഡ് കൊടുക്കാനായിട്ട് ഇന്ന് വരണം. അപ്പോൾ ഇവിടെയൊക്കെ കോഴിക്കടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോണതാണ്. അപ്പോൾ അവർ കട അടക്കുമ്പോൾ ഇവർക്കായിട്ട് മാറ്റി വെക്കുന്ന ഫുഡുകൾ പുറത്ത് വെക്കും. അപ്പോൾ ഇവർ ഒരു കവറിൽ ആക്കിയിട്ട് നിറയെ ഉണ്ടാവും. അപ്പോൾ ഈ കവറിലാക്കിയിട്ട് ഇവരെല്ലാ നായകൾക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ്ടില്ലേ, ഇപ്പം റോഡ് മുറിഞ്ഞ് ഒപ്പം പോവുക. ഇതൊന്നല്ല, ഒരുപാട് നായകളുണ്ടാവും. ഇനി ഈ ഫുഡുകളൊക്കെ എടുത്തിട്ട് ഇവരിങ്ങനെ പോകും. എന്നിട്ട് എല്ലാ നായകൾക്കും കൊടുക്കും. ആ 2 നായകളതവിടെ കാത്തുക്കണം. അപ്പോൾ അതാ കോഴിക്കടയിൽ നിന്ന് അവർ ഫുഡ് എടുക്കുകയാണ്. നായകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് എടുക്കുകയാണ്. അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് അങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും. ഇവരെ കാത്തു നിൽക്കുകയാണ്. ഒരു സന്തോഷമുള്ള കാഴ്ച തന്നെയാണ് സത്യത്തിൽ. കാരണം നമ്മളെപ്പോലെ തന്നെയല്ല, ഒന്നും തിന്നാനില്ലാതെ കിടക്കുമ്പോഴുള്ളൊരവസ്ഥ ഭയങ്കരം തന്നെയല്ലേ. അപ്പോൾ അത് കിട്ടുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം. അവർ ആ ഭക്ഷണം കഴിച്ചിട്ട്